ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഡേ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പതിവ് പോലെ രാവിലെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. 2 പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ നമ്മുടെ വരാന്തയിൽ നായ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലമായ ഇതാണ് നമുക്ക് ബുദ്ധിമുട്ട്. നായ കയറി കഴിഞ്ഞാൽ ഇത് അടിച്ചു വാരി ഒന്ന് തുടച്ചെടുക്കും. പിന്നെ അങ്ങനെ അതിൻ്റെ രോമങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവലൊന്നുമില്ല. അപ്പോൾ കാലിൻ്റെ അടയാളങ്ങളും കയറി ഇറങ്ങി അങ്ങ് പോകുന്ന ഒരു അടയാളം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കിടക്കലോ കിടന്നുറങ്ങലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊരു മാച്ചിലും അതിനുള്ള മഫും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ച് വാരിയിട്ട് ഒന്ന് തുടച്ചിട്ട് ഒന്ന് മാറ്റൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി ഞാൻ രാത്രിയാവുമ്പം മാറ്റൊക്കെ വരാന്തയിൽ വിരിച്ച മാറ്റൊക്കെ എടുത്തിട്ട് അകത്ത് വെക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നായൊക്കെ പറിച്ചിട്ട് അതും ഒന്നിനും കൊള്ളാണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഡെയിലി ഞാൻ അതെടുത്തിട്ട് അകത്ത് വെക്കും. രാവിലെ ഇതുപോലെ നായിൻ്റെ കാലിൻ്റെ പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചു വാരി ഒന്ന് തുടച്ചിടും. അല്ലെങ്കിൽ ഞാൻ രാവിലെ അടിച്ചു വാരിയിട്ട് ഈ മാറ്റൊന്ന് അങ്ങ് വിരിച്ചിടലാണ് കേട്ടോ ഡെയിലി ചെയ്യാറ്. അതിന് വേറെ തന്നെ ഞാനൊരു മാച്ചിലും മഫും വേറെ തന്നെ എടുത്തു വെക്കും. വരാന്തയിൽ ഈ മഴ കഴിയുന്നവരെ അങ്ങനെ ചെയ്യാനേ പറ്റൂ. അടിക്കുന്ന മാച്ചിലും മഫും പുറത്തെടുക്കലില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ തുടക്കലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ പഴത്തിനെ കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാനുണ്ട്. അത് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ചായൻ്റെ വെള്ളം അവിടെ തിളച്ചിട്ടില്ല. അപ്പം മുട്ട നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അതിനിടയിൽ ഈ ഒരു പണി തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഈ ഒരു സ്നാക്സും പിന്നെ മുട്ടയും ആണ് കേട്ടോ നമ്മളെ രാവിലത്തെ ചായൻ്റെ കടി. ഇതൊരു ഈസി ടിപ്പാണ് കേട്ടോ. ഇതുപോലെ പഴം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 പഴം ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാറ്. ഇതുപോലെ എന്നാൽ പിന്നെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടൊന്ന് സ്നാക്സ് ഉണ്ടാക്കാനുണ്ട്. ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൽ അലിഞ്ഞ് കിട്ടും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ആദ്യം പഞ്ചസാര ഇടും, എന്നിട്ട് ചായപ്പൊടി ഇടും കേട്ടോ. അങ്ങനെ ചായപ്പൊടി ഇട്ടിട്ട് അതൊന്ന് തിളക്കട്ടെ. ഇനിയിപ്പം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതും ഉണ്ടാക്കിയിട്ട് നമുക്ക് മിസ് ഹബിന് ചായ കൊടുക്കാനുണ്ട്. മിസ് ഹബ് ആരാന്നല്ലേ? അപ്പോൾ എൻ്റെ മോളെ ഹസ്ബൻഡാണ് കേട്ടോ മിസ് ഹബ്. അപ്പം എൻ്റെ കാർന്നോറ മോനും കൂടിയാണ്. എൻ്റെ കാർന്നോറ മോൻ തന്നെയാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാൻ ചായയും മുട്ടയും ആ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം ചടപടയെ കഴുകി വെക്കലാണ്. ഞാൻ ഇത് സ്പീഡിലിട്ടിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. പാത്രം നമുക്ക് എത്ര കഴുകിയാലും തീരൂല. ഇഷ്ടം പോലെ എങ്ങനെയല്ല ഈ പാത്രങ്ങൾ വരാമെന്നുള്ളത് എനിക്ക് പോലും പിടുത്തമില്ല. ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അങ്ങനെ പാത്രം കഴുകുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ നാസ്തക്കുള്ള പരിപാടി നോക്കണം. ഇനി അപ്പം ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മോൾക്ക് അപ്പം ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വേറെ തന്നെ 3-4 ദോശക്കുള്ള അരിയും കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് തന്നെ ഞാൻ ദോശക്കുള്ള തവയും കൂടി വെച്ചിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ദോശയും അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനും റിതയും നാസ്ത കഴിക്കലാണ് കേട്ടോ. അപ്പം മിസ് ഹബ് വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയിലെ കുറിൻ്റെ കളക്ഷന് പോക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും റിതയും കൂടിയിട്ട് നാസ്ത കഴിക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ എൻ്റെ കാർന്നോറ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കാർന്നോറ മോനാണ് കേട്ടോ എൻ്റെ മോളെ കല്യാണം കഴിച്ചത്. എൻ്റെ ഉമ്മാൻ്റെ നേരെ ആങ്ങളേൻ്റെ മോനാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചത്. എൻ്റെ ഉമ്മാൻ്റെ നേരെ ആങ്ങളെയാണ് ഈ ചക്ക മുറിക്കുന്നത്. അങ്ങനെ പഴഞ്ചക്കയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവിടെ കത്തിയും എടുക്കുമെന്ന് പറഞ്ഞിട്ട് മൂപ്പരന്നെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് ഫോൺ വിളിച്ചിട്ട് അങ്ങനെ
അപ്പുറം ഇപ്പുറം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചക്കയിൽ ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് നമ്മൾ തിന്നുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആരോ അവിടെ നിന്ന് കൊണ്ടു കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൃത്തികേടില്ലാത്ത തരത്തിൽ പിന്നെ ആൾ തന്നെ കട്ട് ചെയ്തെടുത്ത് തരുന്നുണ്ട് കേട്ടോ. എല്ലാം വേറെ വേറെ ആക്കിയിട്ട് പ്ലേറ്റിലിട്ട് തരുന്നുണ്ട്. അപ്പം പിന്നെ ഇത് നമ്മൾ ഈ പ്രാവശ്യം ഈ കൊല്ലം ചക്ക തിന്ന് മടുത്തു. കഴിഞ്ഞ വർഷം നമുക്ക് ചക്ക കിട്ടാനേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ കുറേ പിന്നെ പറമ്പിലുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ പൊളിച്ചിട്ട് തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല ഇത് പൊളിച്ചിടാൻ വേണ്ടിയിട്ട്. ഈ പൊളിച്ചിടലാണല്ലോ ഭയങ്കര എല്ലാവർക്കും മടിയുള്ള കാര്യം, പൊളിച്ചിടലാണ്. അങ്ങനെ അതാ ചക്കയിലും തിന്ന് പിന്നെ ഇതാ മോളും പിന്നെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതായത് മിസ്സബിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇനി രാത്രിയേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.